ഏറ്റവും അസാധ്യമായ അപകട സാഹചര്യങ്ങളിലും അത്ഭുതകരമായി അതിജീവിച്ച 3 മനുഷ്യരെ പരിചയപ്പെടാം. അതിൽ അവസാനത്തെ മനുഷ്യന്റെ സർവൈവൽ എങ്ങനെയാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ജോസ് സാൽവഡോർ അൽവാരംഗ. പസഫിക് സമുദ്രം എന്ന മഹാസമുദ്രത്തിന്റെ നടുവിൽ ഒറ്റയ്ക്ക് പെട്ടുപോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതും 438 ദിവസത്തോളം. എസ് സാൽവഡോറിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളിയായ ജോസ് അൽവാരംഗ എന്ന വ്യക്തിക്ക് സംഭവിച്ചത് ഇതാണ്. മത്സ്യബന്ധനത്തിന് പോയ ഇദ്ദേഹത്തിന്റെ ബോട്ട് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് കാരണം സമുദ്രത്തിന്റെ മധ്യത്തിലേക്ക് ഒഴുകിപ്പോയി. ഇതിൽ ഇദ്ദേഹത്തിന്റെ കൂടെ എസക്വൽ കോർഡോബ എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. എന്നാൽ നടുക്കടലിൽ ഭക്ഷണവും വെള്ളവുമൊന്നും ഇല്ലാത്ത കഠിനമായ അവസ്ഥയെ സർവൈവ് ചെയ്യാൻ കോർഡോബക്ക് കഴിഞ്ഞില്ല. ഏകദേശം 15 മാസത്തോളം പച്ച മത്സ്യവും മഴവെള്ളവും ഒക്കെ കുടിച്ചാണ് ഇദ്ദേഹം ജീവൻ നിലനിർത്തിയത്. അവസാനം മാർഷൽ ദ്വീപ് എന്ന ദ്വീപിൽ അദ്ദേഹം എത്തിപ്പെട്ടു. ഇത്രയും ദിവസം കൊണ്ട് ഏകദേശം 10,000 കിലോമീറ്ററിലധികമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. 2-ാം സ്ഥാനം ആരോൺ റാൽസ്റ്റൺ. 2003-ൽ ആരോൺ റാൽസ്റ്റൺ എന്ന മൗണ്ടൻ ക്ലൈംബർ യൂട്ടായിലെ ഒരു ഇടുങ്ങിയ മലയിടുക്കിൽ പര്യവേക്ഷണം നടത്തുമ്പോൾ 800 പൗണ്ടോളം ഭാരമുള്ള ഒരു പാറക്കല്ല് വീണ് അദ്ദേഹത്തിന്റെ കൈ ആ പാറക്കല്ലിന്റെ ഇടയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കൈയെടുക്കാൻ കഴിഞ്ഞില്ല. 127 മണിക്കൂർ, അതായത് 5 ദിവസത്തിലധികം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അദ്ദേഹം അവിടെ പെട്ടുപോയി. ആരും രക്ഷിക്കാൻ വരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം അദ്ദേഹം എടുത്തു. തന്റെ കൈവശമുള്ള പോക്കറ്റ് നൈഫ് ഉപയോഗിച്ച് സ്വന്തം കൈ മുറിച്ചു മാറ്റിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ധൈര്യം മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ആഗോള പ്രതീകമായി മാറി. ആരോൺ റാൽസ്റ്റന്റെ ഈ അവിശ്വസനീയമായ സർവൈവൽ പിന്നീട് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച 127 ഹവേഴ്സ് എന്ന സിനിമയായി മാറി. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം ജൂലിയാൻ കോപ്കെ. 6.7 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള, അതായത് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഒക്കെ ഇരട്ടി വലുപ്പമുള്ള ആമസോൺ മഴക്കാടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടി. 1971-ൽ വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ജൂലിയാൻ കോപ്കെ സഞ്ചരിച്ച വിമാനത്തിന് ഇടിമിന്നലേൽക്കുകയും വിമാനം തകർന്ന് ആമസോൺ കാടിൽ വീണു. ഇതിൽ ആകെ ജീവനോടെ രക്ഷപ്പെട്ടത് ജൂലിയാൻ കോപ്കെ മാത്രമാണ്. കോളർ ബോൺ ഒടിഞ്ഞതും ആഴത്തിലുള്ള മുറിവുകളും കൊണ്ട് ഏകദേശം 11 ദിവസങ്ങളാണ് തന്റെ കയ്യിൽ ആകെയുള്ള ചെറിയ മിഠായി പാക്കറ്റും മഴവെള്ളവും കൊണ്ട് സർവൈവ് ചെയ്തത്. തന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാടുകളെ കുറിച്ചുള്ള അറിവുകളിൽ നിന്ന് അരുവിയെ പിന്തുടർന്നു പോയാൽ ജനവാസ മേഖലയിൽ എത്താമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നടന്ന് ഒരു വീട് കാണുകയും അവിടെ നിന്ന് ആളുകൾ അവളെ രക്ഷിക്കുകയും ചെയ്തു. ജൂലിയൻ കോപ്കെയുടെ ഈ അനുഭവം ഏറ്റവും അവിശ്വസനീയമായ സർവൈവൽ സ്റ്റോറികളിൽ ഒന്നായി മാറി. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.